വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. ഇന്ന് ഞാൻ ചോറിന് എന്താണ് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച സമയത്ത് ഇന്ന് ചൂരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നാട്ടിൽ ഉമ്മ വറുത്തരച്ച് മീൻകറി വെക്കാറുണ്ട്, ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അപ്പം നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പം ഞാൻ വയനാട്ടുകാരിയാണ്, എൻ്റെ ഹസ്ബൻഡ് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു വറുത്തരച്ച മീൻകറി ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വറുത്തരച്ച മീൻകറീൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കപ്പ ഇളക്കിയത് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഈ ഒരു ചൂരമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നല്ലവണ്ണം വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തല ഞാൻ 2 കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തരച്ചല്ലേ വെക്കുന്നത്, അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പെരുംജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇല്ലേ, മുഴുവനായിട്ടുള്ള കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 2.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു ചൂടിൽ തന്നെ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വൃത്തിയാക്കിയിട്ടുള്ള ആ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുരിങ്ങക്കോലില്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതിലേക്ക് 1 തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാനിവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ഒരു പച്ചമുളകല്ല കേട്ടോ ഈ ഒരു കറിയിൽ ഇട്ട് കൊടുക്കുന്നത്, തൊണ്ടൻ മുളകോ ഉടങ്ങല്ലി മുളകുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ആ ഒരു കറീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വയനാട്ടിൽ അത് കിട്ടൂല ആ ഒരു മുളക്. തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ് ഞാൻ ആ ഒരു മുളക് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോണ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് വാങ്ങിയിട്ടാണ് വരാറുള്ളത്. ആ ഒരു മുളക് ഇട്ടിട്ട് ഈ ഒരു മീൻ കറി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിൽ മുരിങ്ങക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കറി ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ കറി വെക്കുന്ന സമയത്ത് തൊണ്ടൻ മുളകും ഉടങ്ങല്ലി മുളകുമാണ് ചേർക്കുന്നത് എന്നുള്ളത്. അപ്പം നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ട് വരും. ആ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കപ്പ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം തന്നെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൺചട്ടിയിലല്ലേ കറി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതേ സമയം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഈ ഒരു കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കപ്പ ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ടാമത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം
അപ്പോൾ ദാ ആദ്യത്തെ ആ ഒരു തിളച്ച വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഇനിയൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വഴുതനങ്ങയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു സമയം കൂടെ നമ്മളെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയും പിന്നെ ഒരു കഷ്ണം സവോളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി കപ്പ ഇളക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ. കാന്താരി മുളക് ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് കൂടി പോകണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, എന്നാൽ തീരെ അരയാതെ നിൽക്കരുത്. അങ്ങനത്തെ ഒരു ഈ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ആ ഒരു മിക്സിൻ്റെ ജാറിൽ ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മളെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു കപ്പ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പയൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ കപ്പ ഇളക്കിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ മതി. ഇപ്പോൾ കണ്ടില്ലേ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കപ്പ ഇളക്കിയതും ഒരു മീൻകറിയും നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വറുത്തരച്ച മീൻകറിയോ അല്ലെങ്കിൽ പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഈ ഒരു കപ്പ ഇളക്കിയത് മാത്രം മതി കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതിന് തോരനോ അച്ചാറോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് വിളമ്പി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചോറും അതിലേക്ക് കുറച്ച് കപ്പയും പിന്നെ നമ്മളെ വറുത്തരച്ചിട്ടുള്ള അടിപൊളി മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വറുത്തരച്ച മീൻകറി അല്ലെങ്കിൽ പച്ചത്തേങ്ങ അരച്ച മീൻകറിയിലൊക്കെ നാട്ടിൽ വെക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടുന്ന മുളകിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തിരുവനന്തപുരത്തുള്ള രീതിയിൽ വറുത്തരച്ച മീൻകറി എന്ന് പറയുമ്പം എല്ലാവരും ഒരേ രീതിയിലല്ലല്ലോ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മളെ ഈ ഒരു സ്ഥലത്തായാലും ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഒരേപോലെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലേ? അതുപോലെ ഉണ്ടാവുമായിരിക്കും. ഇത് ഞങ്ങളെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻകറി വെച്ചാലും ഫ്രഷ് മീനൊക്കെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പച്ചമുളക് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് മീൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.